ഈ നമ്മുടെ പോലീസിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അപകടത്തിൽ നിന്ന് പലരും രക്ഷപ്പെടുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു അല്ലേ? അങ്ങനെ ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം നമുക്ക് പോകാം. അതായത് മരിക്കാൻ പോവുകയാണ് എന്ന് പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഒരു യുവാവ്. തൃശൂർ വാടനാപ്പള്ളി പോലീസ് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് മിനിറ്റുകൾക്കകം തന്നെ ആ യുവാവിന്റെ വീട്ടിലെത്തി. വീടിന്റെ വാതിൽ നാട്ടുകാരുടെ സഹായത്തോടെ ചവിട്ടിപ്പൊളിച്ച അകത്ത് കടന്നപ്പോൾ കണ്ടത് തൂങ്ങി നിൽക്കുന്ന യുവാവിനെയാണ്. ഉടനെ തന്നെ CPR നൽകി ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് കയറ്റുകയായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥർ. ഓരോ ദിവസവും നമ്മുടെ പോലീസുകാർ നേരിടുന്നത് ഒരുപാട് പ്രതിസന്ധികളാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരുന്നു. അത്തരത്തിൽ ഒരു പ്രത്യേക സംഭവമാണ് കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. അതായത് വൈകുന്നേരം 9:30 ഒരു കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ലാൻഡ് ഫോണിലേക്കാണ് വന്നത്. താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് ഒരു യുവാവ് വിളിച്ച് പറയുകയാണ്. പിന്നീട് പോലീസ് നടത്തിയ സമയോചിതമായ ഒരു ഇടപെടൽ, ആ ഇടപെടലിൽ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തെ വീടിൻ്റെ വാതിൽ പൊളിച്ച് അദ്ദേഹത്തെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ കഴിഞ്ഞ 1-ാം തീയതി രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി ഒരു 9:30 മണിയായപ്പോൾ സ്റ്റേഷൻ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്തത് ആ സമയത്ത് പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സൗമ്യയാണ്. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ചെറിയൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സൗമ്യ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ കൂടുതലൊന്നും പറയാൻ തയ്യാറായില്ല. ഈ ലാൻഡ് കോള് നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു വീഡിയോ കോൾ ചെയ്തപ്പോൾ അദ്ദേഹം അങ്ങ് തലക്കലി ഫോൺ അറ്റൻഡ് ചെയ്തു. അങ്ങനെ വീഡിയോ കോളിൽ നമ്മളെ ദൃശ്യങ്ങൾ കണ്ടു. ഇദ്ദേഹം ഒരു ഫാനിൽ തുണി കെട്ടിയിട്ട് തൂങ്ങി മരിക്കാൻ നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി, ഒന്നും ചെയ്യരുത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ സംസാരിച്ച് അത് തീർക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പറയുകയും, പക്ഷേ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യാനുണ്ടായി. ഏകദേശം ലൊക്കേഷൻ മനസ്സിലാക്കി അവിടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകളുടെ സഹായത്തോടു കൂടി ഈ വീട് കണ്ടെത്തുകയും അവിടെ ചെന്ന് നോക്കുമ്പോൾ വീട് ക്ലോസ് ആണ്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി വാതിൽ ചവിട്ടി പൊളിക്കുകയും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ നമ്മൾ ഒരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് നേരെ തൊട്ടടുത്തുള്ള അയങ്കണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരു പ്രത്യേക സമയത്തുണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവർ ആ സമയത്ത് ചെയ്യുന്നതാണിത്. പ്രത്യേകിച്ച് ഈ സ്കൂൾ ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെയാണ് ഇവർ മെസ്സേജുകളൊക്കെ ആദ്യം ഇടുന്നത്. മൊത്തം എല്ലാവരും അറിയിക്കുകയാണ് മെസ്സേജ് കൊടുത്തിട്ട്, ഞാനിങ്ങനെ മരിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു 2-3 അനുഭവങ്ങൾ ഇപ്പോൾ ഈ 1-2 മാസങ്ങൾക്കുള്ളിൽ എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിൽ തന്നെ ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആള് ജീവൻ നഷ്ടപ്പെട്ടേനല്ലേ? തീർച്ചയായും 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആള് മരണപ്പെടുമായിരുന്നു. കൃത്യസമയത്ത് പോലീസ് ആക്ട് ചെയ്തത് തന്നെയാണ് ഒരു ജീവൻ തിരികെ മടക്കി കൊണ്ടുവരാനായി ഇവർക്ക് കഴിഞ്ഞത്. ആരും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യാനായി മുതിരരുത്. അത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും തന്നെ പരിശ്രമിക്കേണ്ടതാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ലിഷോയ്, സ്വന്തമായിട്ട് ജീവൻ ഇല്ലാതാക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നില്ല. എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ഫോണോ മെസ്സേജോ അവർക്ക് മുന്നിലേക്ക് വന്നാൽ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നവരാണ്, അവർക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. അവർ തന്നെ പറയുന്നുണ്ട്, 1-2 മിനിറ്റ് താമസിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ അത് വിജയത്തിലേക്ക് എത്തുകയില്ലായിരുന്നു, മരണത്തിലേക്ക് അയാൾ പോയേനെ. ശരിക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, ഒട്ടും താമസിക്കാതെ ടവർ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അവിടെ എത്തിയത് കൊണ്ടാണ് അയാൾ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. നമുക്കറിയാം, നമ്മുടെ പോലീസിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ളതൊന്നും തന്നെ ഒരു പോലീസ് സ്റ്റേഷനുകളിലും ഇല്ല എന്നുള്ളത് മാത്രമല്ല, ആവശ്യത്തിലധികം ജോലികൾ ട്രാഫിക്കിലായാലും അതുപോലെ തന്നെ VIPസിൻ്റെ വിസിറ്റൊക്കെ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള ക്രിമിനൽ കേസുകളും ഒക്കെ തന്നെ അന്വേഷിക്കുന്നതിനും അങ്ങനെ ഒരുപാട് ജോലിഭാരമുള്ള ഒരു വകുപ്പാണ് പോലീസ് വകുപ്പ്. അതിനിടയിൽ അവരുടെ ജോലി അവർ കൃത്യമായി നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും ചെറിയൊരു പിഴവ് പറ്റിയാൽ അത് വലിയ തരത്തിലുള്ള ഒരു
പ്രത്യാഘാതങ്ങൾ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ വാടാനപ്പള്ളി പോലീസിൻ്റെ ആ ഒരു സമയോചിതമായ ഒരു ഇടപെടലാണ് ഒരു ജീവൻ തിരിച്ച് കിട്ടാനായുള്ള ഒരു കാര്യം ആയിരിക്കുന്നത്. അതായത് ഒരാൾ വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മിനിറ്റെങ്കിലും അവരുടെ ഒരു ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ വൈകിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. എന്തായാലും ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ എല്ലാ പോലീസുകാരും, ആ സ്റ്റേഷനിലുള്ള CI മുതൽ എല്ലാ പോലീസുകാരും കൃത്യമായി പ്രവർത്തിച്ചു. ആ കൃത്യമായി പ്രവർത്തിച്ചപ്പോൾ ഉടനടി തന്നെ ഏറ്റവും അടുത്ത് 2 കിലോമീറ്റർ ദൂരത്ത് തന്നെയാണ് ആ ഫോൺ കോൾ വന്നത് എന്നുള്ളതും ആ വീട് കണ്ടുപിടിക്കാനും നാട്ടുകാരുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടി പോലീസുകാർ അവിടെ എത്തി ആ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന യുവാവ് കയറിൽ തൂങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ആ കയറിൽ തൂങ്ങി നിന്നു. ആ സമയത്താണ് ആ കയർ മുറിച്ച് CPR നൽകി അവിടെ നിന്ന് അയാളെ രക്ഷിച്ച് കൊണ്ടുപോകുന്നത്. എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരുടെ ഈ ഒരു പ്രവൃത്തി അതിനൊരു കൃത്യമായൊരു ഫലം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ് ലിഷോയ്. അയാളുടെ ആ യുവാവിന്റെ ആ ഫോൺ വന്ന സമയം ആ ഫോൺ എടുത്ത ആള് മുതൽ അവസാന നിമിഷം വരെ അവരെല്ലാവരും കൃത്യമായിട്ട് തന്നെ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഒരു യുവാവിന് ജീവനോടെ തിരികെ എത്താനായത് എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനം. നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ് ഈ വാർത്തയുടെ കൂടെ നൽകുകയാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ശരി ലിഷോ.